എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. അസൗ ഗുണമയേർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. അസൗ ഗുണമയേർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. അസൗ ഗുണമയൈഹി ഭാവൈഹി ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭിഃ സ്വനിർമ്മിതേഷു ഭൂതേഷു നിർവിഷ്ടഃ തത് ഗുണാൻ ഭുങ്ക്തേ. ഒന്നുകൂടി അന്വയം നോക്കാം. അസൗ ഗുണമയൈഹി ഭാവൈഹി ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭിഃ സ്വനിർമ്മിതേഷു ഭൂതേഷു നിർവിഷ്ടഃ തത് ഗുണാൻ ഭുങ്ക്തേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. അസൗ ഗുണമയൈഹി ഭാവൈഹി ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടഃ ഭുങ്ക്തേ ഭൂതേഷു തത് ഗുണാൻ. ഒന്നുകൂടി പദം നോക്കാം. അസൗ ഗുണമയൈഹി ഭാവൈഹി ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടഃ ഭുങ്ക്തേ ഭൂതേഷു തത് ഗുണാൻ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അസൗ ആ പരമപുരുഷൻ ഗുണമയൈഹി ഭാവൈഹി ഗുണങ്ങളാൽ നിർമ്മിതമായ ഭാവങ്ങളാൽ ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ ആത്മഭിഃ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മ ശരീരം ഇന്ദ്രിയങ്ങൾ എന്നിവയാൽ സ്വനിർമ്മിതേഷു സ്വന്തം സൃഷ്ടികളിൽ നിർവിഷ്ടഃ പ്രവേശിച്ചിരിക്കുന്നവൻ ഭുങ്ക്തേ അനുഭവിക്കുന്നു ഭൂതേഷു ജീവികളിൽ തദ്ഗുണാൻ അവയുടെ ഗുണങ്ങളെ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭഗവാൻ സ്വന്തം സൃഷ്ടികളിൽ പ്രവേശിച്ചിരിക്കുന്നവനെ പോലെ പ്രത്യക്ഷമാകുന്നു. ജീവികളുടെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവ എല്ലാം ഗുണമയമാണ്. അവയുടെ ഗുണങ്ങളെ ഭഗവാൻ അനുഭവിക്കുന്നവനെ പോലെ തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ആളല്ല, പരമമായ സാക്ഷിയാണ്. അനുഭവിക്കുന്നത് ജീവനാണ്, സാക്ഷിയായിരിക്കുന്നത് പരമാത്മാവ്. ഇവിടെ ഭാഗവതം ജീവാത്മാവും പരമാത്മാവും എങ്ങനെ ബന്ധപ്പെടുന്നു എന്നത് സൂക്ഷ്മമായി വ്യക്തമാക്കി കാണിച്ചു തരുന്നു. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.